Hello everyone, welcome to my YouTube channel. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഗ്രൂപ്പ് ക്രിയേഷൻ ഇൻ ടാലി. ടാലി അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ ഓൾട്ടർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായി ടാലി സ്ക്രീൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്ന ഗേറ്റ്വേ ഓഫ് ടാലി ഓപ്ഷനിൽ അക്കൗണ്ട്സ് ഇൻഫോ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അക്കൗണ്ട്സ് ഇൻഫോ ഓപ്ഷനിൽ ഗ്രൂപ്പ്സ്, ലെഡ്ജേഴ്സ്, വൗച്ചർ ടൈപ്സ്, ക്വിറ്റ് എന്ന് 4 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഗ്രൂപ്പ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ തന്നെ സിംഗിൾ ഗ്രൂപ്പ്, മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു സിംഗിൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതുകൊണ്ട് സിംഗിൾ ഗ്രൂപ്പ്സിന് താഴെയുള്ള ക്രിയേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന ഈ സ്ക്രീനിലാണ് നമ്മൾ ഗ്രൂപ്പ് ക്രിയേഷൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഗ്രൂപ്പ് ക്രിയേഷൻ്റെ ഏത് ഗ്രൂപ്പാണ് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോയമ്പത്തൂർ സിറ്റി ഡെറ്റേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നെയിം കോയമ്പത്തൂർ സിറ്റി ഡെറ്റേഴ്സ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ ഏത് ഗ്രൂപ്പിന് താഴെയാണ് ഈ കോയമ്പത്തൂർ സിറ്റി ഡെറ്റേഴ്സ് എന്ന് വരിക എന്നുള്ളതാണ് ഈ അണ്ടർ ഓപ്ഷനിലൂടെ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് സൈഡിൽ കാണാവുന്നതാണ് ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ ഒരുപാട് അക്കൗണ്ട്സ് ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ്. അതിൽ നിന്നും കോയമ്പത്തൂർ സിറ്റി ഡെറ്റേഴ്സ് ഒബ്വിയസ്ലി സൺഡ്രി ഡെറ്റേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കാറ്റഗറിയാണ്. സോ നമ്മൾ ഇതിൽ നിന്നും സൺഡ്രി ഡെറ്റേഴ്സ് ചൂസ് ചെയ്യാണ്. ഓക്കെ, സൺഡ്രി ഡെറ്റേഴ്സ് അതൊരു കറന്റ് അസെറ്റ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, ഇതിൽ ഇനി ചോദിക്കുന്നത് ഗ്രൂപ്പ് ബിഹേവ്സ് ലൈക്ക് എ സബ് ലെഡ്ജർ. സബ് ലെഡ്ജർ ആണോ? നെറ്റ് ഡെബിറ്റ് ക്രെഡിറ്റ് ബാലൻസ് ഫോർ റിപ്പോർട്ടിംഗ് യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻ. അപ്പോൾ നമ്മൾ സൺഡ്രി ഡെറ്റേഴ്സിന് താഴെ വരുന്ന ഒരു കാറ്റഗറിയാണ് കോയമ്പത്തൂർ സിറ്റി ഡെറ്റേഴ്സ്. നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയുമാണ് ബേസിക്കലി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആവശ്യം. അതിനുശേഷം എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ വരുന്ന ഓപ്ഷൻസിൽ നമ്മൾ ആക്ച്വലി വർക്കിംഗ് മോഡിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റ് അവൈലബിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ബേസിക്കായി ചെയ്യേണ്ടത്. യെസ് എന്ന് കൊടുക്കുക. ഇന്നൊരു എഗെയിൻ വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ അഡ്വാൻസ് ഫ്രം ക്രെഡിറ്റേഴ്സ്. സോ ഈ ഒരു കാറ്റഗറി ഏത് ഗ്രൂപ്പിനെ താഴെയാണ് വരിക? ഒബ്വിയസ്ലി സൺഡ്രി ക്രെഡിറ്റേഴ്സ്. സോ സൺഡ്രി ക്രെഡിറ്റേഴ്സ് വന്ന് നമ്മൾ ചൂസ് ചെയ്യാണ്. ദെൻ പ്രസ് എൻ്റർ. സോ നമ്മൾ ഗ്രൂപ്പ് ചൂസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം എഗെയിൻ എൻ്റർ അയക്കുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഗ്രൂപ്പിന് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുള്ള ഓപ്ഷൻസ് ആണ്. അതെല്ലാം ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. ഇതിൽ തന്നെ ചോദിക്കുന്നുണ്ട് മെത്തേഡ് ടു അലോക്കേറ്റ് വെൻ യൂസ്ഡ് ഇൻ പർച്ചേസ് ഇൻവോയ്സ്, നോട്ട് ആപ്ലിക്കബിൾ, അപ്രോപ്രിയേറ്റ് ബൈ ക്വാണ്ടിറ്റി, അപ്രോപ്രിയേറ്റ് ബൈ വാല്യൂ, അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നോട്ട് ആപ്ലിക്കബിൾ തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കൊരു പോപ്പപ്പ് വരും. ആക്സെപ്റ്റ് ചെയ്യുന്നോ, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് സേവ് ചെയ്യാമോ എന്ന്. സോ നമ്മൾ എഗെയിൻ ഒരു പ്രസ് കൊടുക്കുന്നതിലൂടെ അത് ആക്സെപ്റ്റായി സേവ് ആയിരിക്കും. ഇത്രയാണ് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേഷന് വേണ്ടി ചെയ്യേണ്ടത്. ഓക്കെ, ഇനി സ്ക്രീൻ ക്ലോസ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് Ctrl+ME ഓപ്ഷൻ, ഞാൻ അന്ന് ടാലി സ്ക്രീൻ കമ്പോണൻസ് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, അതേ ഓപ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ഓൾട്ടർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ അതേ അക്കൗണ്ട്സ് ഇൻഫോ ചൂസ് ചെയ്യുക, ഗ്രൂപ്പ്സ് ചൂസ് ചെയ്യുക. സിംഗിൾ ഗ്രൂപ്പിൽ ക്രിയേറ്റിന് പകരം ഓൾട്ടർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇതിന് നടുവിൽ ഡിസ്പ്ലേ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഓപ്ഷൻ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ്സ് ഡിസ്പ്ലേ ചെയ്യാനുള്ളതാണ്. ഫസ്റ്റ് അപ്പോൾ അതൊന്ന് നോക്കാം. ഡിസ്പ്ലേ ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ കാണാവുന്നതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത അത്രയും ഗ്രൂപ്പ്സിൻ്റെ ലിസ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോയമ്പത്തൂർ സിറ്റി ഡെറ്റേഴ്സ് എന്നുള്ള ഗ്രൂപ്പ് നമുക്കിവിടെ കാണാവുന്നതാണ്. അത് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അത് സെലക്ട് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് ഇവിടെ ഡിസ്പ്ലേ സ്ക്രീനിൽ വരുന്നതായിരിക്കും. കോയമ്പത്തൂർ സിറ്റി ഡെറ്റേഴ്സ് അണ്ടർ സൺഡ്രി ഡെറ്റേഴ്സ് ഗ്രൂപ്പ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിനെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്ന് മനസ്സിലാക്കി. ഇനി അടുത്തതായി
ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് എങ്ങനെ ഓൾട്ടർ ചെയ്യാം എന്ന് നോക്കാം. അതിനായി ഗേറ്റ്വേ ഓഫ് ടാലിയിൽ അക്കൗണ്ട്സ് ഇൻഫോ, ഗ്രൂപ്പ്സ്, സിംഗിൾ ഗ്രൂപ്പ് ഓപ്ഷനിൽ ഓൾട്ടർ. അപ്പോൾ നോക്കൂ, അപ്പോൾ നമുക്ക് ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ്. ഈ ഗ്രൂപ്പ്സിൽ ഏതാണ് നമ്മൾ ഓൾട്ടർ ചെയ്യേണ്ട ഗ്രൂപ്പ് അത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിനായി ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ചൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അഡ്വാൻസ് ഫ്രം ക്രെഡിറ്റേഴ്സ് ഗ്രൂപ്പ് തന്നെയാണ് ഓൾറെഡി സെലക്ട് ആയിരിക്കുന്നത്. അത് ചൂസ് ചെയ്ത് പ്രസ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് ഡിസ്പ്ലേ ആയി വരുന്നതാണ്, അഡ്വാൻസ് ഫ്രം ക്രെഡിറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് നമുക്ക് ഓൾട്രേഷൻ സ്ക്രീനാണിത്. ഇതിൽ നമുക്ക് ഗ്രൂപ്പ് നെയിം ചേഞ്ച് ചെയ്യാം. അപ്പോൾ അഡ്വാൻസ് ഫ്രം ക്രെഡിറ്റേഴ്സ് എന്നുള്ളത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ആ ക്രെഡിറ്റേഴ്സിൻ്റെ നെയിം നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റേഴ്സ് എന്ന് കൊടുക്കാതെ ക്രെഡിറ്റേഴ്സിൻ്റെ നെയിം ആഡ് ചെയ്യണം. ഇപ്പോൾ അഡ്വാൻസ് ഫ്രം ക്രെഡിറ്റേഴ്സ് എന്ന് കൊടുക്കുന്നതിന് പകരം നമുക്ക് ABC കമ്പനി എന്ന് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യാം. അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് ഗ്രൂപ്പിന് കൊടുക്കാം. ഓക്കെ, ദെൻ എഗെയിൻ എൻ്റർ പ്രസ് ചെയ്യാം, ദെൻ ആക്സെപ്റ്റഡ്. അപ്പോൾ നമ്മുടെ അഡ്വാൻസ് ഫ്രം ക്രെഡിറ്റേഴ്സ് എന്നുള്ള ഗ്രൂപ്പ് ഓൾട്ടർ ചെയ്ത് അഡ്വാൻസ് ഫ്രം ABC കമ്പനി എന്നായിട്ട് മാറിയിട്ടുണ്ടാവും. ഇത്രയുമാണ് ടാലി ERP9 സോഫ്റ്റ്വെയറിൽ ഒരു സിംഗിൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ഡിസ്പ്ലേ ചെയ്യുന്നതിനും ക്രിയേറ്റ് ഓൾറെഡി ചെയ്ത ഗ്രൂപ്പ് ഓൾട്ടർ ചെയ്യുന്നതിനും ചെയ്യേണ്ട പ്രൊസീജിയർ. സോ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം, ഡിസ്പ്ലേ ചെയ്യാം, ഓൾട്ടർ ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.